നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. സോണി, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് പോയിരുന്നു. ഷൗക്കത്തിൻ്റെ വിജയത്തിന് കാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ VS ജോയി. എന്താണ് VS ജോയിയുടെ ഭാവി? VS ജോയിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആ അവസരം കിട്ടിയില്ല. അപ്പോൾ എന്താണ് ഇനി അദ്ദേഹത്തിനൊരു ഭാവിയുണ്ടോ? നിലമ്പൂർ മത്സരിക്കാൻ ഇനി കഴിയാത്രത്തോളം ഇനി ഷൗക്കത്ത് തന്നെ ആ സീറ്റ് ഉറപ്പിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഏറ്റവും ചെറുപ്രായത്തിൽ DCC പ്രസിഡൻ്റായ വ്യക്തിയാണ് VS ജോയി എന്ന് പറഞ്ഞ വ്യക്തി. നിലമ്പൂരിലെ മുൻ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരോട്, പ്രത്യേകിച്ച് UDF നേതാക്കളോട് ആവശ്യപ്പെട്ട പേരായിരുന്നു VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. കാരണം ഏതൊരു ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തനിക്കൊരു MLA ആകുക, മന്ത്രിയാകുക എന്നൊക്കെയുള്ള അത് സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം PV അൻവറിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക്, പാരിയാട് ഷൗക്കത്തിനെ പോലുള്ള സീനിയർ നേതാവ് ഇരിക്കുമ്പോഴാണ് VS ജോയിയെ ആക്കണമെന്ന് പറഞ്ഞത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചതെന്നാണ് പിന്നീട് പറയപ്പെട്ടത്. PV അൻവർ പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ചതൊക്കെ ആ UDF ആയിട്ടുള്ള ധാരണപ്പശവ് കൊണ്ടാണ്. പക്ഷേ PV അൻവർ MLA ആകെ യോഗ്യം തന്നെയായിരുന്നു. ആര്യാട് ഷൗക്കത്തിനെ പോലെ അവിടെ മത്സരിച്ചാൽ ചിലപ്പോൾ ആര്യാട് ഷൗക്കത്തിന് കിട്ടിയതിനേക്കാട്ടിൽ ഇരട്ടി വോട്ട് ചിലപ്പോൾ VS ജോയിക്ക് കിട്ടിയാനെ. അത് സാമുദായിക വോട്ടല്ല, അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് LDFൻ്റെ പിന്തുണ മേടിച്ച് സ്വതന്ത്രനായിട്ട് മത്സരിച്ച ഒരു ചരിത്രമുണ്ട്. അതായത് ഡോക്ടർ സരിൻ. അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സരിൻ മുൻ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, തോറ്റുപോയതുമാണ് 2016 തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പിൽ വടകര MP ആയി വന്നതിൻ്റെ പേരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സരിൻ അവിടെ സ്ഥാനാർത്ഥിയായി LDFൻ്റെ പിന്തുണ മേടിച്ച് സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്തത്. പക്ഷേ ജോയിന്നും അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. VS ജോയിയും അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന്. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ LDF സ്വാധീനിക്കുമെന്നും LDF പിന്തുണ മേടിച്ചുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനാകുമെന്നും ആണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു നീക്കം ജോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മഹത്വകരമായ കാര്യം. അത് തന്നെ ജോയിയുടെ പ്രശംസ വളരെയേറെ ഉയർത്തി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങി അന്ന് മുതൽ അവസാനിക്കുന്നിടം വരെ അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചതും DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ VS ജോയി ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആര്യാട് ഷൗക്കത്ത് ജയിച്ചതിൽ ആര്യാട് ഷൗക്കത്തിനെക്കാട്ടിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടതും അതുപോലെ പ്രശംസ നേടിയതും VS ജോയി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ VS ജോയിക്ക് ഇനിയൊരു നല്ല ഭാവിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂരിൽ ഏതായാലും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് അറിയാമല്ലോ. ഏതായാലും ഇപ്പം ഷൗക്കത്താണ് ഇപ്പടി ഉറപ്പിച്ചത്. നേരെ തിരിച്ച് VS ജോയിയുടെ സ്ഥാനത്ത് ഷൗക്കത്തിനായിരുന്നു അവിടെ സീറ്റ് കിട്ടിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സോണി അവിടെ ഉണ്ടാകാമായിരുന്ന അവസ്ഥ? ഇല്ല, അത് പൊതുവിൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതായത് അൻവർ പോലും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സരിനാകുമായിരുന്നു. അതായത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ മേടിച്ചുകൊണ്ട് ആര്യാട് ഷൗക്കത്തോടെ സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്നുള്ളത് പൊതുവിൽ രഹസ്യമായ പരസ്യമാണത്. കാരണം എല്ലാവരും തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം അവിടെ നടത്തി. പിന്നെ പിണറായി വിജയനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നും പറഞ്ഞില്ല, ഇടതുപക്ഷ ഭരണത്തിനെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപവും PV അൻവർ ഉയർത്തിയായിരുന്നു. അവിടെയാണ് ഈ VS ജോയിയുടെ മഹത്വം. ഇപ്പോൾ VS ജോയി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനാണ്, ഒരു 40 വയസ്സ് ആയിട്ട് കാണില്ല. അപ്പം അദ്ദേഹത്തിന് ഈ 2016 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു അർഹതപ്പെട്ട 2026 തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട ഒരു സീറ്റ് തീർച്ചയായിട്ടും UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ല, പിന്നെ VS ജോയി ഒരു നല്ല പ്രവർത്തകനാണ്. പക്ഷെ ഒരു കാര്യം, ഒരു അപവാദമായിട്ട് വന്ന ഒരു സംഭവം നമ്മുടെ ചെവിയിലെത്തിയിരുന്നു. അതായത് VS ജോയിയുടെ പള്ളിയിൽ നമ്മുടെ ഒരു മന്ത്രി വന്ന് ഒരു മീറ്റിംഗ് നടത്താനും അവിടുത്തെ ആൾക്കാരോടെല്ലാം അഭിസംബോധന ചെയ്യാനും ഇടവയാവുകയും ആ മീറ്റിങ്ങിൽ VS ജോയിയുടെ അമ്മായി അച്ഛൻ ആ മീറ്റിങ്ങിൽ സന്നിഹിതനാവുകയും ചെയ്തിരുന്നു. അത് നമ്മൾ കേട്ടതാണല്ലോ. വേറെ ആരും നമ്മുടെ സജി ചെറിയാനെ പറ്റിയാണ് പറയുന്ന കാര്യം. അത് നമ്മൾ ഓപ്പൺ ആയ കാര്യമാണ്. അതിനകത്ത് VS ജോയി എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ആര്യാട് ഷൗക്കത്ത് ഈ 11,000 ഇഷ്ടം വോട്ട് മേടിച്ച് ജയിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് VS ജോയിക്കുണ്ട്. കാരണം തീർച്ചയായിട്ടും തള്ളപ്പെടാൻ പറ്റില്ല. VS ജോയിയുടെ ഭാഗത്തുനിന്ന് ഒരു കാലിവാരിച്ചുണ്ടായെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ പോയതായിരിക്കാം, പള്ളി പോയതായിരിക്കാം. ഇപ്പം മന്ത്രിമാർക്ക് പള്ളി പോകാൻ മേലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ സഭ തന്നെയാണ്. പക്ഷേ ഞാനീ പറയുന്നതല്ല, എന്തായാലും ആർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിലും അടുത്ത പ്രാവശ്യം VS ജോയിക്ക് ഒരു സുരക്ഷിതമായ സീറ്റ് കിട്ടും. VS ജോയി നിന്നാൽ ജയിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളുമുണ്ട്. ഇപ്പം ഈ ഒരു മന്ത്രിസ്ഥാനം പരിഗണിക്കുകയാണെങ്കിൽ VS ജോയിക്കായിരിക്കും ഷൗക്കത്തിനായിരിക്കും കിട്ടാൻ സാധ്യത?
അല്ല, അത് തീർച്ചയായിട്ടും സീനിയർ നേതാവ് എന്നുള്ളതിൽ വി എസ് ജോയി ആര്യാട് ഷൗക്കത്തിന് തന്നെയായിരിക്കും. കാരണം 10-60 വയസ്സുണ്ട്, സീനിയർ കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതിൽ. പക്ഷേ വി എസ് ജോയിക്ക് ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വി എസ് ജോയിക്ക് നിലമ്പൂർ സീറ്റ് മത്സരിക്കാൻ ആര്യാട് ഷൗക്കത്ത്, അടുത്ത പ്രാവശ്യം ആര്യാട് ഷൗക്കത്ത് തന്നെയായിരിക്കും നിലമ്പൂരിൽ 2026 മത്സരിക്കുന്നത്. അപ്പം തിരുവമ്പാടി സീറ്റ് വി എസ് ജോയിക്ക് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിലേക്ക് അൻവർ പോവുകയാണെങ്കിൽ ചിലപ്പം അൻവറിന് ചിലപ്പം തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്തായിരിക്കും മുസ്ലിം ലീഗ്. അപ്പോൾ ആണെങ്കിൽ വി എസ് ജോയിയുടെ സഭ വെച്ച് നോക്കുവാണെങ്കിൽ വി എസ് ജോയിക്ക് എവിടെയൊക്കെയാണ് സാധ്യതയുള്ളത്? അല്ല, വി എസ് ജോയിയെ സംബന്ധിച്ച് പറയാൻ തിരുവമ്പാടി വി എസ് ജോയിക്ക് ഒരു സുരക്ഷിത സീറ്റാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. കാരണം വി എസ് ജോയിക്ക് അവിടെ കാത്തലിക്കിനും മുസ്ലിംസിനും ഒക്കെ ഒരു പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ്. കാരണം വി എസ് ജോയിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ബന്ധക്കോസ്തുകാരനാണ്, ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ഒന്നെങ്കിൽ റാന്നി അല്ലെങ്കിൽ തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഈ ഒരു മേഖലയിൽ വി എസ് ജോയി മത്സരിച്ചാൽ ബന്ധക്കോസുകാർക്ക് പറയാനൊരു MLA ആയി വി എസ് ജോയിക്ക് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലവുമായി. ഇപ്പം റാന്നിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റാന്നി സീറ്റ് ഇപ്പോൾ LDF ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അതായത് CPM അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തിട്ട് പ്രമദ് നാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവിടെ ജയിച്ചു വന്നിരിക്കുന്നത്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ. നേരത്തെ CPMൻ്റെ രാജു അബ്രഹാമായിരുന്നു റാന്നിയിലെ MLA. പക്ഷേ രാജു അബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് റാന്നി സീറ്റ് LDFന് കിട്ടുന്നത്. മുൻപ് സണ്ണി പനവേലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം മരിച്ച ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ റേച്ചൽ സണ്ണി പനവേലിയൊക്കെ അവിടെ MLA ആയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ UDFൻ്റെ MLA-മാരായിട്ടിരുന്നിട്ടുണ്ട്. പിന്നീടാണ് രാജീവ് അബ്രാമിലൂടെ ആ സീറ്റ് LDF പിടിച്ചെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ ഭാഗം LDFലേക്ക് വന്നപ്പോൾ ആ സീറ്റ് ജോസ് കെ മാണി ഭാഗത്തിന് LDF നൽകി. അങ്ങനെയാണ് പ്രമദ് നാരായണൻ എന്ന് പറഞ്ഞ ആൾക്ക് ആ സീറ്റ് കൊടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ബിജിലി സണ്ണി പനവേലിയായിരുന്നു അവിടെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. പരാജയപ്പെട്ടു, പ്രമോദ് നാരായണ വിജയിച്ചു. പക്ഷേ നല്ലൊരു ചെറുപ്പക്കാരൻ വി എസ് ജോയിയെ പോലൊരു വ്യക്തി അവിടെ മത്സരിച്ചാൽ തീർച്ചയായിട്ടും പിടിക്കാവുന്ന ഒരു സീറ്റാണ് ഈ റാന്നി സീറ്റ് എന്ന് പറയുന്നത്. പെന്തക്കോസ് വാക്കാർ കൂടുതലാണ്. അവർക്ക് ഒരു നല്ല ഒരു കാൻഡിഡേറ്റിനെ അവർക്ക് നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് അവർക്കും അഭിമാനിക്കാം. ഒപ്പം തന്നെ ക്രൈസ്തവ മേലേക്ക് മറ്റുള്ള ക്രൈസ്തവരും കൂടുതലായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നിലയിൽ പിന്നെ വി എസ് ജോയിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പിന് അതീതമായിട്ടൊരു പിന്തുണ കിട്ടുന്നതാണ് കോൺഗ്രസ്സിൽ. ചെറുപ്പക്കാരനാണ്, നല്ല തിളക്കമാർന്ന വ്യക്തിപ്രഭാവമുണ്ട്. അപ്പം ഒരു കാലുവാരിച്ചൊന്നും അവിടെ പേടിക്കണ്ട. അല്ല, വി എസ് ജോയിക്ക് സീറ്റ് കൊടുത്തെന്ന് പറഞ്ഞ് വേറെ ആരും വെട്ടാൻ അവിടെ വരത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ വി എസ് ജോയിക്ക് തീർച്ചയായിട്ടും സീറ്റ് എടുക്കാൻ പറ്റുന്നതാണ്, UDFന് കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് റാന്നി സീറ്റ്. അത് LDFൽ നിന്ന് UDFന് പിടിച്ചെടുക്കാനും പറ്റും വി എസ് ജോയിയെ പോലൊരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴത്തേക്കിന്. അപ്പോൾ അതും UDFൻ്റെ അക്കൗണ്ടിൽ നിലനിർത്താൻ പറ്റും. അപ്പം നമ്മൾക്കിപ്പം എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ UDFനെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ ആരെയും തലയും മുറിക്കുള്ള തെരഞ്ഞെടുപ്പാണ്. വി എസ് ജോയി ശരിയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ റാന്നിയോടോ തിരുവല്ലയോടോ വെച്ചിട്ടുണ്ടോ, അതോ അത് നമ്മളുടെ മാത്രം ഒരു അഭിപ്രായമാണ്? ഇല്ല, വി എസ് ജോയി എന്തായാലും ഒരു സീറ്റിലേക്ക് നോട്ടമിട്ടുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം ജയസാധ്യതയുള്ള സീറ്റ് എന്ന് പറയുന്ന രീതിയിൽ തിരുവല്ലയിലും റാന്നിയിലും പുള്ളിക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാനും UDFന് അതൊരു ഒരു അംഗീകാരമാക്കി നേടിക്കൊടുക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് അല്ലേ അങ്ങനെ നമ്മൾ പറയുന്നു. തിരുവമ്പാടി സീറ്റ് ഇപ്പം നിലമ്പൂരിൽ ആര്യാട് ഷൗക്കത്ത് UDFൻ്റെ MLA ആയിട്ട് വരുന്നു. ഒപ്പം തന്നെ PV അൻവർ UDFന് പുറത്തായിട്ട് നിൽക്കുന്നു. അപ്പോൾ UDFന് സാധ്യതയില്ലെങ്കിൽ തിരുവമ്പാടി സീറ്റാണ് വി എസ് ജോയിക്ക് പറയുന്നത്. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ സാധ്യതയുള്ള ഇപ്പം തിരുവമ്പാടിയിൽ വി എസ് ജോയി മത്സരിച്ചാൽ കത്തോലിക്ക സമുദായം എത്രമാത്രം പിന്തുണയ്ക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം പെന്തക്കോസ് ഭാഗത്തെ കത്തോലിക്ക സമുദായം എന്നും അകറ്റി നിർത്തുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഒരിക്കലും ആരും അടുപ്പിച്ചിട്ടില്ല. പെന്തക്കോസ് ചർച്ചുകളിലോ ഒന്നും ഈ പറഞ്ഞ ക്രൈസ്തവ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അല്ലെങ്കിൽ അവരുടെ അണികളും ഒന്നും ക്രൈസ്തവവാദത്തിൽപ്പെട്ടവരും ഒന്നും പെന്തക്കോസ് പള്ളികളിലൊന്നും അങ്ങനെ പോകാറില്ല. കാരണം അതിന് എത്രമാത്രം സ്വീകാര്യത ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ വി എസ് ജോയി തിരുവമ്പാടി മത്സരിച്ചാൽ, മറിച്ച് റാന്നിയിൽ മത്സരിച്ചാൽ വി എസ് ജോയിക്ക് സുരക്ഷിത സീറ്റാണ്. വി എസ് ജോയിയെ പോലെ ഒരാളോട് മത്സരിച്ചാൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാനും സാധിക്കും. ഇപ്പം PC വിഷ്ണുനാഥ് കുണ്ടറയിൽ പോയി മത്സരിച്ച് കുണ്ടറ സീറ്റ് തിരിച്ചു പിടിച്ചില്ലേ മേഴ്സിക്കുട്ടിയമ്മയോട്. അത് അത്രയൊരു ബാലികേറാമലയൊന്നുമല്ല റാന്നി കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വി എസ് ജോയിക്ക് അവിടെ മത്സരിക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ LDFലെ സ്ഥാനാർത്ഥി ഇപ്പോൾ ജോസ് കെ മാണി ഭാഗം ഈ ഉടനെ അങ്ങ് ഇപ്പോൾ UDFലേക്ക് പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ജോസ് കെ മാണി ഭാഗത്തിന് തന്നെയായിരിക്കും സീറ്റ്. നിലവിലെ MLA പ്രമോദ് നാരായണൻ തന്നെയായിരിക്കും അവിടെ LDFന് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. എങ്കിൽ പോലും ഇവരെ രണ്ടുപേരും തമ്മിൽ തുലനം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വി എസ് ജോയിക്ക് കുറച്ചുകൂടെ മുൻതൂക്കമുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പം ഇതാണ് വി എസ് ജോയിയെ സംബന്ധിച്ച് ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ, വളരെ ആക്റ്റീവായിട്ടുള്ള DCC പ്രസിഡൻ്റ് ആയിരുന്ന, എന്നാൽ ഈ മത്സരങ്ങളിലൊന്നും
കടുംപിടുത്തമില്ലാത്ത, തനിക്ക് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല, എന്നാലും ആ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും ഞാൻ എന്നുള്ള ഒരു ദൃഢനിശ്ചയമുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് യഥാർത്ഥമായ കോൺഗ്രസ് പാരമ്പര്യം എന്ന് പറയേണ്ടി വരും. കാരണം എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തീർച്ചയായിട്ടും VS ജോയിക്ക് ഇടതുപക്ഷത്തിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും VS ജോയിയെ കണ്ണുമടച്ച് അവരോട് പിന്താങ്ങുകയും ചെയ്തേനെ. പക്ഷേ അത് ഒക്കെ അത് മുന്നിലുണ്ടായിട്ടും, അങ്ങനെയുള്ള അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും അതിനൊന്നും വേണ്ടി കൈനീട്ടാതെ, ഒരു സരിനാകാതെ VS ജോയിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞു. അവിടുത്തെ വൻ വിജയത്തിന് അദ്ദേഹം ചുക്കാൻ പിടിക്കാനായിട്ട് ഒരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള രാഷ്ട്രീയക്കാർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതിനകത്ത് ഇയാളുടെ രാഷ്ട്രീയം എന്തായാലും അതുപോലുള്ള രാഷ്ട്രീയക്കാരാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്നാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മറ്റൊരു ചർച്ചയുമായി ഞാൻ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.